കേരളത്തിലെ തന്നെ ഉൾനാടൻ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ പുറംലോകത്തെ എത്തിച്ചു കാട്ടുന്ന രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്ന പെരുവന്താനം പഞ്ചായത്തിലെ മണിക്കൽ പാർക്കും തടാകവും ഇന്ന് സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറുകയാണ്. മഹാനടൻ തിലകൻ വളർന്ന നാട്ടിൽ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി പെരുവന്താനം പഞ്ചായത്ത് 1,15,00,000 രൂപ ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മിച്ചത്. 2020 സെപ്റ്റംബർ 14-ന് അന്നത്തെ LDF ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് പാർക്ക് തുറന്ന പ്രവർത്തനം ആരംഭിച്ചത്. ഓപ്പൺ തിയേറ്റർ, കൊട്ടവഞ്ചി, ഇരിപ്പിടങ്ങൾ, പെഡൽ ബോട്ട് എന്നിവയാണ് പദ്ധതിക്കായി ഒരുക്കിയിരുന്നത്. കൂടാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ടോയ്ലറ്റ് സൗകര്യവും കോഫി ഷോപ്പും ഇതിനോട് അനുബന്ധിച്ച് ക്രമീകരിച്ചിരുന്നു. വിവിധ മേഖലകളിൽ നിന്നായി ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് പാർക്കിലെത്തി ആസ്വദിച്ച് മടങ്ങിയിരുന്നത്. ആദ്യ നാളുകളിൽ പ്രവേശന ഫീസ് ഇനത്തിൽ പ്രതിദിനം 8,500 രൂപ വരെ ലഭിച്ചിരുന്നു. സാധാരണക്കാർക്ക് വിശ്രമിക്കുന്നതിനും ഉല്ലസിക്കുന്നതിനുമായി തിലകന്റെ ജന്മനാടായ മണിക്കലിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം പാർക്ക് നിർമ്മിച്ചത്. നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായും ഇവിടെ മാറി. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു പാർക്ക് അടച്ചത്. പിന്നീട് പഞ്ചായത്ത് ഭരണസമിതി മാറി വന്നതോടെ പാർക്ക് തുറക്കുന്നതിനുള്ള യാതൊരു നടപടിയും ഇവർ കൈക്കൊണ്ടില്ല. മണിക്കൽ ലേക്ക് ആൻഡ് പാർക്ക് തുറന്നു കൊടുക്കണമെന്ന വിവിധ കോണുകളിൽ നിന്നും വലിയ വിമർശനം ഉയർന്നതോടെ വർഷങ്ങൾക്ക് മുമ്പ് സ്വകാര്യ വ്യക്തിക്ക് കരാർ അടിസ്ഥാനത്തിൽ അന്നത്തെ ഭരണസമിതി പ്രവർത്തനാനുമതി നൽകി. എന്നാൽ തുച്ഛമായ തുകയ്ക്ക് കരാർ നൽകിയതിൽ വലിയ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നതോടെ പാർക്ക് തുറക്കുവാൻ കഴിഞ്ഞില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും കോടികൾ മുടക്കി നിർമ്മിച്ച പാർക്ക് തുറക്കുന്നതിനുള്ള യാതൊരു നടപടിയും പെരുവന്താനം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് പിന്നീട് ഉണ്ടായില്ല. മണിക്കൽ ലേക്ക് ആൻഡ് പാർക്ക് ഇന്ന് പൂർണ്ണമായും ഇല്ലാതായ അവസ്ഥയിലാണ്. വർഷങ്ങളായി കരയ്ക്കിരിക്കുന്ന പെഡൽ ബോട്ടും കൊട്ടവഞ്ചിയുമെല്ലാം പൂർണ്ണമായും നശിച്ചു. പാർക്കിനോട് അനുബന്ധിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളിൽ രാത്രികാലങ്ങളിൽ മദ്യപാന സംഘവും സാമൂഹ്യവിരുദ്ധരും തമ്പടിക്കുകയാണ്. പാർക്കിന്റെ ഭാഗമായി നിർമ്മിച്ച തടയണയുടെ ഷട്ടറുകൾ സാമൂഹ്യവിരുദ്ധർ അപഹരിച്ചു. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഷട്ടറുകൾ മോഷണം പോയിട്ടും അന്വേഷണം നടത്തുവാൻ പോലും അധികാരികൾ തയ്യാറായില്ല. ഒരു മേഖലയുടെ ആകെ വികസനത്തിന് വഴിവെക്കുന്ന ഉൾനാടൻ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ രാഷ്ട്രീയ വൈരുദ്ധ്യത്തിന്റെ പേരിൽ ഇല്ലാതായതിന്റെ നേർക്കാഴ്ചയായി മാറുകയാണ് പെരുവന്താനം പഞ്ചായത്തിലെ മണിക്കൽ ലേക്ക് ആൻഡ് പാർക്ക് ടൂറിസം പദ്ധതി.